ശരണം വിളി എല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്. പിന്നെ അവർ പോയി കഴിയുമ്പോൾ നമുക്കൊരു വിഷമം വരും. സ്ത്രീകൾക്ക് ഇവിടെ കയറുന്നതിനും പ്രാർത്ഥന നടത്തുന്നതിനോ ഇവിടെ കയറുന്നതിനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. എക്കാലം ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. അതിന് യാതൊരു തടസ്സവും പിന്നെ എല്ലാം മുഖതയാണ്. വാവൂർ സ്വാമിയുടെ പള്ളിയിൽ തന്നെ തേങ്ങ ഉടയ്ക്കാൻ പ്രത്യേകം ഒരു സ്ഥലമുണ്ട്. അയ്യപ്പന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അയ്യപ്പന്മാരുടെ ഒരു ശരണം വിളിയും ഇവിടെ വാവൂർ സ്വാമിയുടെ എല്ലാം കൂടി ഒരു എനർജി, പോസിറ്റീവ് എനർജിയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എരുമേലി വാവൂർ പള്ളിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരും ഈ ഒരു വാവൂർ പള്ളി സന്ദർശിക്കാതെ മല കയറാറില്ല. അത്ര വിശ്വാസമാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെയും വാവൂർ സ്വാമിയുടെയും ആ ഒരു സൗഹൃദം അത്രയും ശക്തിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു പള്ളിയിലെ കാര്യങ്ങളും ഐതിഹ്യങ്ങളൊക്കെ പറയാൻ നമ്മോടൊപ്പം ഉള്ളത് പള്ളിയുടെ വൈസ് പ്രസിഡന്റ് സലീം കണ്ണങ്കര, അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പം ഇവിടെ ഏറ്റവും വലിയൊരു മതസൗഹാർദ്ദം എന്ന് പറയാ നമ്മുടെ വാവൂർ സ്വാമി അയ്യപ്പസ്വാമിയായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലേ? അപ്പം ഈ ഒരു പള്ളിയെക്കുറിച്ച് എങ്ങനെയാണ് ഒരു അനുഭവം? മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും മതസഹിഷ്ണുതയുടെയും കേന്ദ്ര ബിന്ദുവാണ് എരുമേലി. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യക്ക് നിന്നല്ല, ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന മതസൗഹാർദ്ദം പ്രതിഷ്ഠ കാണാൻ കഴിയുന്ന സ്ഥലം എരുമേലിയാണ്. ലക്ഷോപലക്ഷം ഹൈന്ദവ ഭക്തന്മാർ കയറുന്ന ഒരു ദേവാലയം ലോകത്തൊരിടത്തിൽ അത് എരുമേലി എന്ന ഗ്രാമത്തിലാണ്. വാവരും അയ്യപ്പനുമായുള്ള ആ സുഹൃത ബന്ധം ഒരു ഇഴകിച്ചേരലായി ഇവിടെ ലോകത്തിന് മാതൃകയായി ഇന്ന് നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ എരുമേലിയുടെ ചരിത്രം പറയുമ്പോൾ അയ്യപ്പനും വാവരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്ര സംഭവം സത്യമാണ്. എരുമേലി സംബന്ധിച്ച അമ്പലപ്പുഴക്കാരുടെ ആരങ്കാട്ടുകാരുടെയും പേട്ടകെട്ടുണ്ട്. ഒരുപക്ഷെ ചന്ദനക്കുടം ഉണ്ട്. ധനുമാസം 26 ജനുവരി 10 അന്ന് നടക്കുന്ന ചന്ദനക്കുടം എന്ന് പറയുന്നത് അമ്പലപ്പുഴക്കാരുടെ ആരങ്കാട്ടുകാരും ചരിത്ര പ്രസിദ്ധമായ പേട്ടകെട്ട് ജനുവരി 11 10 ചന്ദനക്കുടമാണ്. അന്ന് നടക്കുന്ന എരുമേലി ഒരു ജനനിബിഡമാണ്. ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അപ്പുറം ലക്ഷോപലക്ഷം പേരാണ് ഇവിടെ സമ്മേളിക്കുന്നതെന്ന്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് കൂടുകയും അതുപോലെ മതസൗഹാർദ്ദം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ എരുമേലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ പിൻഗാമികൾ പൂർവികന്മാർ അത് സംരക്ഷിച്ചും വർഷങ്ങളായി എന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയ്യപ്പസ്വാമിയുടെയും വാവൂർ സ്വാമിയുടെയും ഒരു സൗഹൃദത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു മതസൗഹാർദ്ദം ഇവിടെ തുടർന്നു പോകുന്നത്. അപ്പൊ അതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ടല്ലോ, അതെന്താണ്? അയ്യപ്പനും വാവരും കണ്ടുമുട്ടുന്ന എരുമേലി വെച്ചാണ്. മഹിഷി വിഗ്രഹത്തിനായി അയ്യപ്പൻ എത്തിച്ചേരുന്ന സ്ഥലം എരുമേലിയാണ്. ഇവിടെ വന്നപ്പോൾ അയ്യപ്പനെ സഹായിച്ചത് വാവൂർ സ്വാമിയാണ്. ഇവിടെ മഹിഷി വിഗ്രഹം കഴിഞ്ഞ ശേഷം അയ്യപ്പനും വാവരും അയ്യപ്പ പറയുകയുണ്ടായി, ഈ പള്ളിയിൽ കയറിയിട്ട് പറഞ്ഞു, അത് അയ്യപ്പ വാവൂർ സ്വാമി, അതായത് നൈനാര് പള്ളി എന്നാണ് പേര്. എന്നെ കാണാൻ വരുന്ന ഭക്തന്മാർ വാവരെ കണ്ടതിന് ശേഷമേ എന്നെ അത്ര സുഹൃത ബന്ധമായിരുന്നു. രണ്ടുപേരും കൂടെ പിന്നെ ഒരുമിച്ച് ശബരിമലയ്ക്ക് പോവുകയായിരുന്നു ചെയ്തത്. ഇവിടെ കുടിയിരുത്തിയതിന് ശേഷം പോയി പിന്നെ തിരിച്ചു ഇരിക്കുകയായിരുന്നു ഉണ്ടായത്. ചരിത്രം പറയുമ്പോൾ അയ്യപ്പനും വാവരുമായിട്ടുള്ള ബന്ധം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സാഹോദര്യ സ്നേഹത്തിൻ്റെ അതിലുപരി ബന്ധമായിട്ട് ഇന്നും അതിൻ്റെ ഇഴയെടുപ്പം അതിൻ്റെ ഇന്നും കാഴ്ച പിടിച്ചുകൊണ്ട് അതിൻ്റെ ഐക്യം നിലനിൽക്കുകയാണ്. അത് കാണുവാൻ സാധിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരുപക്ഷെ എരുമേലി മാത്രമാണ്. അതിന്നും മുൻഗാമികൾ കാണിച്ചു തന്ന ആ പാരമ്പര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചന്ദനക്കുടം എന്ന് പറയുന്നത് ഈ ആനകളെ വാദ്യമേളങ്ങളോടുകൂടി ഭയങ്കര ഉത്സവമാണ്. ആ ഉത്സവത്തിനെല്ലാം വാദ്യമേളങ്ങളോടുകൂടി എരുമേലിയുടെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും ഇങ്ങനെ കറങ്ങിയതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം അപ്പം അതിനു മുമ്പ് കിടക്കുന്ന സൗഹാർദ്ദ സമ്മേളനമുണ്ട്. അമ്പലപ്പുഴക്കാരുടെ ആരങ്ങാട്ടുകാരെയും വിളിച്ച് ഞങ്ങളുടെ ഒരു സമ്മേളനമുണ്ട്. സംഘമാ. ആ പേട്ടകെട്ടെന്ന് പറയുന്ന പിറ്റേ ദിവസം രാവിലെ അവരുടെ കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് എരുമേലി വാവൂർ പള്ളി കയറി നേർച്ച കാഴ്ചകളൊക്കെ നടത്തി തേങ്ങ എല്ലാം ഉടച്ച് ഇവിടുന്ന് പിന്നെ അവരെ സ്വീകരിക്കാൻ പുഷ്പവൃത്തി നടത്തി അങ്ങനെ അവരെ ആദരിച്ച് പിറക്കിയാണ് ഇവിടുന്ന് വിടുന്നത്. അവർ പിറകോട്ടാണ് ഇറങ്ങുന്നത്. അത്ര ആദരവാണ് അവർ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാവൂരിൻ്റെ പ്രതിയായിട്ട് താഴത്ത് വീട്ടിൽ ആസാദ് എന്ന പ്രതി ഞങ്ങൾ കൂടെ വിടും. ആ ഐക്യം, ആ സുഹൃതബന്ധം, ആ സ്നേഹബന്ധം എന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയ്യപ്പ ഭക്തന്മാരെല്ലാം നമ്മുടെ ഈ പള്ളിയിൽ വന്നിട്ടേ പോകാറുള്ളൂ.
അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ? അയ്യഭക്തന്മാര് എരുമേലിലെ അതിഥികളാണല്ലോ. അതെ. എരുമേലി പള്ളിയിൽ പിന്നെ വലതുകാല് വെച്ച് കയറി പ്രദക്ഷിണം വെച്ച് നേർച്ച കാഴ്ചകൾ നടത്തി തേങ്ങ ഉടച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കും. അവർക്ക് വിരിവെക്കുവാനും അതുപോലെ തന്നെ പ്രധാനമായിട്ട് അവർ കുടിവെള്ളം, ചൂടുവെള്ളം, മറ്റ് പാർക്കിംഗ് സൗകര്യങ്ങൾ, അതുപോലെ ബാത്റൂം സൗകര്യങ്ങൾ, ഇതെല്ലാം എരുമേലി പള്ളിയിൽ നിന്ന് അവർ പോകുന്നിടം വരെയും. അതുപോലെ ഇപ്പൊ സാധാരണ ക്ഷേത്രങ്ങളിലാണ് തേങ്ങ ഉടയ്ക്കുക എന്നുള്ളൊരു സൗകര്യം ഉള്ളത്. ഇവിടെ ഭയങ്കര ഒരു വിചിത്രമായ കാഴ്ചയാണ് പള്ളിയിലൊരു തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം പ്രത്യേകം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ വളരെ സപ്പോർട്ടാണ്. അവർ സ്വാമിയുടെ പള്ളിയിൽ തന്നെ തേങ്ങ ഉടയ്ക്കാൻ പ്രത്യേകം ഒരു സ്ഥലം ഉണ്ട് അയ്യപ്പന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് എന്താണ്? പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളിൽ മുൻകാലങ്ങളിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചു പോകുന്ന ഒരു ആരാധനയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തേങ്ങ ഉടയ്ക്കുകയും അന്ന് ഇതുണ്ടായിരുന്നു, നേർച്ചവെടി. അയ്യപ്പ ഭക്തന്മാരുടെ നേർച്ചവെടി. അന്ന് അത് ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നേർച്ചവെടി എന്ന് പറഞ്ഞാൽ അയ്യപ്പരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരുടെ നേർച്ചയായിട്ടായിരുന്നു നേർച്ചവെടി. അതുപോലെ അവരുടെ കാര്യസാധ്യത്തിന് ഒരു തേങ്ങ ഉടയ്ക്കുന്നത്. ആ ആചാരങ്ങളൊക്കെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടേതായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യഥാക്രമം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് സഹകരിച്ചു കൊടുക്കുക. അയ്യഭക്തന്മാരുടെ വഴിപാടെന്ന് പറയുന്നത് ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ അവർക്ക് ഭസ്മം, അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ അവർക്ക് ആരാധനയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നേർച്ച കാഴ്ചകളെല്ലാം നടത്തും. ഒത്തിരി നേർച്ച കാഴ്ചകളുണ്ട്. അത് പ്രധാനമായും തേങ്ങ ഉടയ, പിന്നെ അവർക്ക് ഉണ്ണിയപ്പം, മാൽസ, കുരുമുളകും അരിയും ഇതെല്ലാം അവർക്ക് ഇവിടുന്ന് വിതരണം നടത്തുന്നുണ്ട്. നേർച്ച കാഴ്ചകളെല്ലാം നടത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ മതേതരത്വം അതിന്റെ ഭാഗമായിട്ട് തന്നെ അയ്യപ്പന്മാർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ പള്ളിയിലുള്ള ഇപ്പം എല്ലാവരും തന്നെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രങ്ങൾ 2 ഉണ്ട് ഇവിടെ. അപ്പൊ അവിടെ പോവാറുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? അവരുടെ സഹകരണം എങ്ങനെയാണ്? അവരുടെ എല്ലാ പരിപാടിയും അവർ വെക്കുന്ന ദേവസ്വം ബോർഡും അതുപോലെ അമ്പലം ഭാരവാഹികൾ വെക്കുന്ന എല്ലാ യോഗങ്ങളിലും എല്ലാ ജമാഅത്തിലെ എല്ലാ പ്രതിനിധികളെയും വിളിക്കാറുണ്ട്. ഞങ്ങൾ പോകാറുണ്ട്, യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുടത്തിൻ്റെ അന്ന് രാത്രിയിൽ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെയും അമ്പലപ്പുഴക്കാരുടെയും ആരങ്ങാട്ടുകാരുടെയും അതിഭയങ്കര സ്വീകരണവും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കോട്ടയായിട്ടും ഒരു വീതിയായിട്ട് മാറുകയാണ് ആ അമ്പലത്തിന്റെ ഏരിയ മുഴുവൻ. പോകാറുണ്ട്. അതാ പറഞ്ഞ ഉത്സവത്തിന്റെ എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. അവരുടെ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും എത്താറുണ്ട്. ചെയ്തികളിൽ വിളിക്കാറുണ്ട്. ഞങ്ങൾ യോഗങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്. വലിയൊരു മനുഷ്യത്വത്തിന്റെ വളരെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. മതേതരത്വം അല്ലെങ്കിൽ മതത്തിനൊക്കെ ഉപരി മനുഷ്യബന്ധത്തിനാണ്, സൗഹൃദത്തിനാണ്, ആ ഒരു സ്നേഹത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളൊരു വാക്കുകളാണ്. സാധാരണ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇവിടെ എങ്ങനെയാണ്? ആരാധിക്കുവാൻ വേണ്ടി വരുന്ന, കാണുവാനും വേണ്ടി ഇവിടെ സന്ദർശിക്കുവാൻ വരുന്ന അനേകായിരം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് ഇവിടെ കയറുന്നതിനും ഇവിടെ വന്നിട്ട് പ്രാർത്ഥന നടത്തുന്നതിനോ ഇവിടെ കയറുന്നതിനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. എക്കാലം ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. അതിന് യാതൊരു തടസ്സവുമില്ല. സൗഹാർദ്ദം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രവേശനമുണ്ട്. അത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് വേണമെങ്കിലും വരാം. ബാബർസ്വാമിയുടെ പള്ളിയോട് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പുള്ള സിദ്ദിഖയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പം ഈ പള്ളിയിൽ എപ്പോഴും വരാറുണ്ട്. ഞാൻ ഈ പള്ളിയിൽ ജോലിക്കാരനായിരുന്നു. ഇപ്പം ജോലിയില്ല, ജോലിക്ക് പോയിരുന്നില്ല. ഭാര്യ മരിച്ചു. ഞാനായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ഒരു എന്താണ് ഫീൽ? എന്താണ് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാ, സമാധാനമാണ്. പിന്നെ അയ്യപ്പന്മാരൊക്കെ വരുമ്പോൾ നല്ല ഇതാ. ശരണം വിളി എല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു എനർജിയാ. അവർ പോയി കഴിയുമ്പോൾ നമുക്കൊരു വിഷമം വരും, ഒരു ശാന്തത. പിന്നെ എല്ലാം മുഖതയാണ്. അപ്പൊ അയ്യപ്പന്മാരുടെ ഒരു ശരണം വിളിയും ഇവിടെ ബാബർസ്വാമിയുടെ എല്ലാം കൂടി ഒരു എനർജി, പോസിറ്റീവ് എനർജിയാണ്. അതെ, മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇതല്ലേ ഏറ്റവും വലിയ പ്രതീകമാണ്. അതെ അതെ.